ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതോ അലോപ്പതി ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വല്ല അതിലേക്ക് കടക്കാം. തോക്കാൻ റെഡിയാണോ? മനപ്പെടുത്തതിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ശരിക്കും ചതിയാണ്. ചതി അല്ല, ഇങ്ങൾക്ക് എന്നെ കുറിച്ച് തേങ്ങ അറിയത്തില്ല, അതാണ് അത് പറയാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, കൊണ്ടുപോയില്ല. ഞാൻ ചലഞ്ചിന് വേണ്ടി എടുത്ത് എന്തായാലും ഞാൻ ഓൾറെഡി വീട്ടിലിരിക്കുന്ന എലി കൊണ്ടുപോയതായിരിക്കും. കാരണം ഇത് ഈസി ആയിരുന്നു. ഇതിനകത്തൊരു ഹാഫ് സ്കോർ ഞാൻ ചെയ്തു. കാരണം ഇതേ ഇതിനകത്തുണ്ട്. നിന്റെ ഇഷ്ടമാണോ? ഹേസൽനട്ട് സ്പ്രെഡ് ഒക്കെ എടുത്ത് വെച്ചിരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഹേസൽനട്ട് സ്പ്രെഡ് ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കും. കഴിക്കാൻ എനിക്കൊന്ന് കാണണം. ഹേസൽനട്ട് സ്പ്രെഡ് ഇത് ഞങ്ങളുടെ അവസാനത്തെ ചലഞ്ച് കൂടെയാണ്. ചെറിയ സാധനം എന്നാലും എന്റെ മനുഷ്യ ഒഫീഷ്യലി വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് ജോർജ് ആൻഡ് തനിമ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതോ അലോപ്പതി ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വല്ല സന്തോഷമായി, സന്തോഷമായി. അപ്പൊ ഞങ്ങൾ ഇന്നൊരു കപ്പിൾ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അലോപ്പതി അല്ല, ടെലിപ്പതി ചലഞ്ച്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ടെലിപ്പതി ചലഞ്ച് എന്താന്ന്. കാരണം യൂട്യൂബിലൂടെ അത്യാവശ്യം നമ്മുടെ കപ്പിൾസ് ആയിട്ടുള്ള എല്ലാരും തന്നെ ചെയ്തിട്ടുള്ളത്. കപ്പിൾസ് മാത്രമല്ല, അല്ലാത്തവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം ട്രെൻഡ് കഴിഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. അത് നിങ്ങൾ കാണുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാം ട്രെൻഡ് ഔട്ട് ആയി കഴിയുമ്പോൾ ഞങ്ങൾ അതൊക്കെ ബുക്ക് ചെയ്യാം. അപ്പം ടെലിപ്പതി ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി പറയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി നമ്മൾ രണ്ടുപേരെ കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊരു ബാരിയർ വെക്കുന്നതായിരിക്കും. അതിനുശേഷം സെയിം ഐറ്റംസ് രണ്ടു പേർക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ ഇഷ്ടം ഉള്ള ഒരു 3 ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനാണ് അപ്പൊ ആ ചലഞ്ച്. ഓക്കെ, നമ്മൾ 3, 2, 1 പറയുമ്പോൾ ഒരുമിച്ച് ആ സാധനം എടുക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അതേ സാധനമാണ് ഇദ്ദേഹം എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പോയിന്റ്. സിമ്പിൾ. മനസ്സിലായി കാണും എനിക്ക് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞിട്ട് ഞാൻ തന്നെ വിരമിച്ചു പോയി. എന്തായാലും ബാക്കി കളിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് കിടക്കാം. ചലഞ്ചിലേക്ക് കടക്കാം. തോക്കാൻ റെഡിയാണോ? ടെലിപ്പതിയൊക്കെ എന്തോരം വർക്ക് ചെയ്യുന്ന കറക്റ്റാണ്. ഒട്ടുമില്ലാത്ത മന്ത് കപ്പിൾസ് ആണ് ഞാൻ. അതുകൊണ്ട് എന്താകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ റൗണ്ട് 1. യെസ്, അപ്പൊ നമ്മൾ നമ്മുടെ റൗണ്ട് 1 പോവുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വേഫേഴ്സിന്റെ മിഠായിയാണ്. ബേസിക്കലി മിൽക്ക് ക്രീമും ചോക്കോയും ആണ് മെയിൻ. ഓക്കെ, അപ്പം നമ്മളുടെ അതിന്റെ തന്നെ 3 വെറൈറ്റീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം മിൽക്ക് ക്രീമും കൊക്കോയും ആണ്. ഒരെണ്ണം കൊക്കോ മാത്രമാണ്. ഒരെണ്ണം ഹേസൽനട്ട് ക്രീമാണ്. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എന്തായാലും റൗണ്ട് 1 കടക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കി അവരവരുടെ ഇഷ്ടമുള്ളതിന്റെ എടുത്തോളാം. സൗന്ദര്യം നോക്കിയിട്ടൊന്നും എടുക്കരുത്. ഓക്കെ, എന്റെ മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സെലക്ട് ചെയ്തോ? ഞാൻ ഏകദേശം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും എന്ന് ഞാൻ വളരെ ശുഭമായിട്ട് പ്രതീക്ഷിക്കുന്നു. അതെ, 1, 2, 3 എന്ന് പറയുമ്പോൾ മുകളിൽ പൊക്കി റൗണ്ട് 1 ആണ്. റൗണ്ട് 1 ആരുടെ ചലഞ്ച് ആയിട്ടാ പറയുക? ഇദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്ത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ റെഡി. നോക്കാം. 1, 2, 3. ഹേസൽനട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹേസൽനട്ട് ഇഷ്ടം? അടിസ്ഥാനത്തിലാണ് താങ്കൾ എടുത്തത്. എനിക്ക് വ്യക്തമായത് വേണം. ഈ മിഠായി വളരെ ചെറിയൊരു ഫ്ലേവർ. നല്ല ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്തത് ഫൗളാണോ? സാരമില്ല, എന്തായാലും 1 മാർക്ക് പോയി. അപ്പൊ ഇവർക്ക് 1 മാർക്ക് ഇല്ല. നിങ്ങൾക്കൊന്നുമില്ല. ഇപ്പൊ ആർക്കും ഒന്നുമില്ല. എല്ലാരും 0-ലാണ്. അടുത്തത് നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ളത് ഒരു പെപ്സി ഉണ്ട്, ഒരു 7up ഉണ്ട്, ഒരു ക്രാൻബെറി ജ്യൂസ് ഉണ്ട്. നമ്മൾ റൗണ്ട് 2 പോകുന്നത്. റൗണ്ട് 2 നമ്മുടെ ഐറ്റംസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇഷ്ടം സെലക്ട് ചെയ്യുന്നത് എന്റെയാണ്. ഓക്കെ, സോ ഇദ്ദേഹത്തിന് പോയിന്റ് സ്കോർ ചെയ്യാനുള്ള ടൈമാണ്. 1, 2, 3. ഇത് പറ്റിയത് തന്നെയാണ്. ഞാൻ എപ്പോഴും
സ്പ്രൈറ്റും സെവനപ്പും കുടിക്കുന്ന ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ. പക്ഷേ ഈ ക്രാൻബെറി ജ്യൂസ് ഇവിടെ ആൾക്ക് മാത്രം കുടിക്കാൻ വേണ്ടി അതെ അതെ, ക്രാൻബെറി ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവരെ രണ്ടുപേരും ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ഞങ്ങളുടെ അവസാനത്തെ ചലഞ്ചൂടെയാണ്. ചെറിയ സാധനം ഞാൻ സത്യസന്ധമായിട്ട് വ്യക്തമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട്, അല്ലാണ്ട് മുമ്പത്തെ പോലെ കവറ് കണ്ടപ്പോ സെലക്ട് ചെയ്തു. ചുവന്ന കളർ പറഞ്ഞാൽ നമുക്ക് സ്ഥിരം ഇഷ്ടമുള്ളത്, ഇപ്പൊ ഇഷ്ടമുള്ളതല്ല, സ്ഥിരം അല്ല, എനിക്ക് സ്ഥിരം ഇഷ്ടമുള്ളതാണ്. നമുക്ക് നിർത്താം, അടുത്ത ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ റൗണ്ട് 2 again ആരും പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടില്ല. റൗണ്ട് 3 നമ്മൾ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. ഓറിയോ ബിസ്ക്കറ്റ്സിന്റെ 3 ഫ്ലേവർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് മറ്റേ നടുക്ക വൈറ്റ് ക്രീം ഉള്ളത്, ഒന്ന് മറ്റേ ചോക്ലേറ്റിന്റെ ക്രീം ഉള്ളത്, പിന്നെ ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ മറ്റേ ഗോൾഡൻ കളറിലെ ബിസ്ക്കറ്റ് ഉള്ളത്. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഓ മൈ ഗോഡ്, ഇദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതെ, എന്റെ ഇഷ്ടമാണ്. മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇത് റൗണ്ട് 3 മനപ്പുരത്തം ഇദ്ദേഹത്തിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ 1 2 3. അയ്യോ, എന്നാലൊരു പോയിന്റ് എടുത്തോട്ടെ. നമുക്ക് ചോക്ലേറ്റ് എല്ലാം ഉപേക്ഷിച്ചപ്പോഴത്തേക്കും തേ കൊണ്ടുവന്നിരിക്കുന്നത് ചോക്ലേറ്റ് എല്ലാം പൊക്കിപ്പോട്ടെ. സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഒരു പുതിയ ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒറ്റ മനപ്പൊരുത്തമില്ലാത്ത 2 കപ്പിൾസ് ആണ് ഈ മനപ്പൊരുത്തം കളിക്കുന്നത്. സോ തേർഡ് റൗണ്ടും അവസാനിക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പൊ റൗണ്ട് 4 എന്റെ ഇഷ്ടമാണ്. ഗാലക്സിയും ക്വിക്സും ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ 1 2 3. ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് പറയാം. ബിക്കോസ് ഞാൻ ചോക്ലേറ്റ് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഞാൻ കണ്ടു. ബേസിക്കലി കാരമൽ ആണ്. കാരമലോട് പടം നോക്ക്. അപ്പം എന്താ പറയാ, ഞാൻ ഡാർക്ക് ചോക്ലേറ്റിന്റെ ആളാണ്. കയ്പുള്ള ചോക്ലേറ്റിന്റെ ആളാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ റൗണ്ട് 5 നമ്മൾ വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. സത്യസന്ധമായിട്ട് കളിക്കുക. ഓക്കെ, സോ 1 2 3. സോ എനിക്കൊരു പോയിന്റ്. Okay, so round 6. ഒന്ന് കടല അല്ലേ? ഒന്ന് കപ്പലണ്ടി റോസ്റ്റഡ്, മറ്റേ മസാല കപ്പലണ്ടി, പിന്നെ ഇത് മുറുക്ക് മിക്സ്ഡ്. ഈ 3 ഐറ്റംസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി എന്റെ ഇഷ്ടമാണ് സെലക്ട് ചെയ്യേണ്ടത്. കുറച്ചല്ല, ഞാൻ ബേസിക്കലി ഒരു സാധനം ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. 1 2 3. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇദ്ദേഹം പോയിന്റ്സ് സ്കോർ ചെയ്തിട്ട് ഹാഫ് സ്കോർ ഞാൻ ചെയ്തു, കാരണം ഇതേ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ റൗണ്ട് നമ്പർ 7 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കാൻ പറ്റുള്ളൂ, കാരണം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കില്ല, എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. സോ ഇനി ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. എന്റെ കഴിക്കാറുണ്ട്, എന്നാലും എനിക്ക് ഇതിനകത്ത് 3 തന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്. സോ റൗണ്ട് നമ്പർ 7 1 2 and 3. ആക്ച്വലി എനിക്കെല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് മുന്തിരി ഇഷ്ടമാണ്. നിങ്ങൾ നോക്ക്, എല്ലാം തിന്നും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഇത്രയും മനപ്പൊരുത്തമുള്ള അടുത്തത് അപ്പം എന്റെ ഇഷ്ടമാണ്. നമ്മൾ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. നമ്മൾ 3 തരം ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് എവറിഡേയുടെ ബിസ്ക്കറ്റ്, ഒന്ന് ചോക്കോയുടെ ഒരു ബിസ്ക്കറ്റ്, ഒന്ന് ഒരു ഗുഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്വിക്കറിന്റെ ഒരു ബിസ്ക്കറ്റ്. ഇങ്ങനെ 3 ബിസ്ക്കറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിൽ റൗണ്ട് 8 അല്ലേ? റൗണ്ട് 8 പോകണം. റെഡി? 1 2 3. അയ്യോ, ഇത് കോക്കനട്ട് ആണ്. അഗൈൻ യു സ്കോർഡ് നത്തിങ്. ആക്ച്വലി മനപ്പെടുത്തതിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ശരിക്കും ചതിയാണ്. ചതി അല്ല, ഇങ്ങൾക്ക് എന്നെ കുറിച്ച് തേങ്ങ അറിയത്തില്ല, അതാണ്. റൗണ്ട് നമ്പർ 9 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പച്ചക്കറികളാണ്. തക്കാളി, പൊട്ടാറ്റോ ആൻഡ് ക്യാരറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് 1 2 and 3.
എനിക്കറിയാനും പോകും, കാരണം എനിക്ക് തക്കാളിച്ചാറ് തക്കാളിക്കറി ഭയങ്കര ഇഷ്ടമാണ്. തക്കാളിക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിരുന്നെങ്കിൽ ഉരുളക്കിഴങ്ങായിരുന്നേ. എനിക്ക് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞതാ, പക്ഷെ എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ പുഴുങ്ങി തന്നാലും ഞാൻ കഴിക്കും. ഏട്ടൻ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. എന്നാലും ഇദ്ദേഹത്തിന് തക്കാളിക്കറി, മീൻ വറുത്തതും തക്കാളിച്ചാറും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാലഡും, ഈ മൂന്നും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. സോ ഐ നോ, കണ്ടോ, എനിക്കറിയാം. റൗണ്ട് 10 പോവാണ്. ഇത് എന്റെ ഇഷ്ടമാണ്. ഇതിനകത്ത് നമ്മൾ സിലബസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. റൗണ്ട് നമ്പർ 10 ഇതാണ് നമ്മളുടെ ഫൈനൽ റൗണ്ട്. ഇതിനകത്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സ്കോർ യെസ്. പക്ഷെ ഒട്ടും മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 2-0 കിട്ടുന്നത്. So this is the final round, 10th round, and we are going to select in 1, 2, 3. ഇതാണോ അത്? Yeah, ഫൈനലി ഇദ്ദേഹം ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. സോ അയ്യോ ഒന്നും അറിയാത്തോണ്ടല്ല, ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ഈ ചോക്ലേറ്റ് ഒക്കെ എടുത്തു വന്നേ. ഇത് ചോക്ലേറ്റ് ആണ്. ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ടേ കളിച്ചിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഒരു തേങ്ങയാണ് ഇദ്ദേഹത്തിന് പോയിന്റ്സ് ഒന്നും കിട്ടാനില്ല. സോ നമ്മൾ 10 റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ സ്കോർ എന്ന് പറയുന്നത് 2-1 ആണ്. സോ ഒബ്വിയസ്ലി ഞാനാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ വലിയ കാര്യമായിട്ട് മനപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നമ്മൾ ഇതല്ല ഇതിന്റെ. സോ അപ്പൊ നമ്മളുടെ ചലഞ്ച് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ 10 റൗണ്ട് കളിച്ചു. നമ്മൾ വിജയിയെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ വിജയിയെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. So you're watching Telepathy Challenge with George and Tanima. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ മുന്നോട്ടുള്ള സപ്പോർട്ട് വഴി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വളർത്തിയെടുക്കാൻ. കാരണം ഓൾറെഡി ഇപ്പൊ ഒരുപാട് ചാനലുകളൊക്കെ വന്ന് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പം ഇപ്പം ഒത്തിരി കപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരുടെയും കൂട്ടത്തിൽ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെയും സ്നേഹിക്കണം. നമുക്ക് വേറൊരു ചലഞ്ചുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. ദിസ് ഈസ് ജോർജ് ആൻഡ് തനിമ. ബൈ ബൈ.